കാലില് കിടക്കണേ കാലില് കടയില്ലേ മുന്നല്ലേ ലോട്ടറി സീറ്റ് കച്ചവടം ലോട്ടറിന്റെ പക്കത്തിലെ ഒരു ജാതിക്ക കടയില്ലേ എത്ര കിട്ടും 300 രൂപ കിട്ടുമോ ഇന്ന ഈ റംസാൻ മാസം 400 ഈ മാസം തുടങ്ങാൻ പോണേ ഈ മെയ് മാസം 1 തുടങ്ങാൻ പോണേ മോണ്ട എല്ലാ മാസവും റംസാനാണ് ഈ സുഖമായിരുന്നു അല്ലേ അതുണ്ടാവൂല കൊല്ലത്തൊരു പൊക്കലെ കിട്ടുള്ളൂ എന്നാ പഠിച്ചേ അവന് ശിഷ്യനായിട്ട് എടുക്കാൻ പറ്റും അവന് അത്യാവശ്യം അസുഖങ്ങളൊക്കെ ഉണ്ട് അവനെ പഠിപ്പിച്ചാൽ മതി കൃഷി ഇപ്പൊ നടക്കൂല ഇപ്പൊ ഉഴവാൻ പണ്ടേ കിട്ടൂല കപ്പലണ്ടി ആദ്യം നട്ടിരുന്നേ ഇപ്പൊ നടാൻ വഴിയില്ല കപ്പലണ്ടി നടാൻ പോയി ഉഴവാനും പറ്റൂല അപ്പൊ പിള്ളേർ ആമ്പിള്ളേർ പറഞ്ഞാൽ കേൾക്കൂല ഇപ്പൊ പണ്ട കാലത്തെ ഏറുവോട്ട തെരിയാതെ ഇളങ്കാട്ടും എന്നല്ല കാറുവോട്ടൊക്കെ കിട്ടാർ കടവുകള് എന്താ പണ്ട കാലത്തിന് കാലത്ത് വെച്ചിട്ട് നീ കഞ്ഞിവെള്ളം കുടിച്ച് കാലം കൊണ്ട് ഓടുന്നത് അന്തകാലം இப்ப இந்த காலத்துல காலையில எழுந்தோட காப்பி வெள்ளம் குடிச்சு போட்டு கார் ஓட்ட போகிறாங்க இப்போ நாடு சும்மா கிடந்தாலும் கிடைக்கும் இந்த நாகரிகம் ஓடி வந்து கெடுக்கும் காலையில எழுந்தோட கஞ்சி வெள்ளம் குடிச்சு போட்டு காலை கொண்டு விடுவதெல்லாங்க அப்போ இது அப்போ இப்ப அந்த காலத்தை காப்பி காப்பி ടൂ വീലർ കണ്ട അപ്പൊ ഇപ്പൊ പറഞ്ഞ ഒരെണ്ണം മേടിച്ചു കൊടുക്കണ്ട പറഞ്ഞ 5000 ചോദിച്ചാൽ തരില്ല 5000 സെക്കൻഡ് പറഞ്ഞെടുക്കാണ് പറഞ്ഞ പിള്ളേരെ സെക്കൻഡ് പറഞ്ഞെടുത്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഈ വേല പിടിക്കാൻ പോണ്ടേ ജോലിക്ക് ഇതിന്റെ വാർക്കപ്പണി സ്വന്തമായിട്ട് മരം മേടിച്ചു കൊടുത്തു തൽക്കാലം കിടക്കുന്ന ഒരു കണക്ക് നോക്കാൻ ബുദ്ധിമുട്ടാട്ടോ അപ്പൊ ചിലപ്പോ ഒരു 7 ഉണ്ടാവും 7000 ഇവിടെ കുറച്ച് ലോൺ കൊടുക്കാൻ പറ്റില്ല ഇത് പെരാണ് അടി തേച്ചിട്ടില്ല പിന്നെ മോളെ കമ്പ്യൂട്ടർ വിടാൻ പോണം ഈ 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഇപ്പൊ വീട്ടിലേക്ക് വരുന്ന കാശിലാണ്ട് അതിന്റെ കമ്പ്യൂട്ടർ മാസം 2000 അടിക്കണം അതിന്റെ കമ്പ്യൂട്ടർ പഠിക്കാൻ വിടണ്ട അത് മേഴ്സിക്ക് പോണതാ പിള്ള പിന്നെ അതിൽ +2 വരെ പയ്യൻ പഠിച്ചിട്ടുണ്ട് പാപ്പണി ഇപ്പൊ ഇനി വർഷകാലം രണ്ട് ചാക്ക് അരി എടുക്കണം കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്നത് നല്ല പണി ഇതല്ലേ എന്റെ സുഖോത്തരമായി എനിക്ക് മാത്രമേ ജോലി കിട്ടിയ എല്ലാവർക്കും ജോലി കിട്ടോ എനിക്ക് മാത്രമേ ജോലി കിട്ടിയാനേ നമ്മൊരു കണക്കില്ല വന്ന അവിടെ നിക്കോളൂ പോയാ പോകുള്ളൂ ഇഷ്ടം പോലെ നടക്കോളൂ പണ്ട കാലത്ത് ഒരുപാട് നാളെ കിടന്ന ഇപ്പൊ അതില്ല ഇപ്പൊ 25, 20, 26 ഒരു മാസക്കുള്ളിൽ ചെല്ലുള്ളൂ ഒരു മാസം കഴിഞ്ഞാൽ ചെല്ലും ചെലവ് ഇപ്പൊ ആദ്യം ഇപ്പൊ എങ്ങനെ വിട്ട ഒരു 19% മേടിച്ചു ഇതിനർത്ഥം കൊണ്ട് 19 സെന്റ് മാത്രം മേടിച്ചേ ഏക്കറുണ്ടാവില്ല ഏക്കറൊക്കെ അപ്പം തിന്നുപോയി അപ്പൻ 2 കല്യാണം തന്നു അപ്പനെ ഒക്കെ വിറ്റു കംപ്ലീറ്റ് ചേച്ചിമാർ പങ്ങന്മാർ കൊടുത്തു എനിക്ക് ഒന്നും തന്നില്ല ഞാൻ മേടിച്ചത് ഇപ്പൊ ഈ 19 സെന്റ് സ്ഥലം കിടക്കാൻ പറ മാത്രം ഇപ്പൊ ബൈപ്പാസിന്റെ മെയിൻ റോഡിലെ കുമാരമംഗലം ഇല്ല മെഡ്രാസ് പോണ വഴി സേലം പിന്നെ സേലത്തുനിന്ന് കള്ളക്കുറിച്ച് പോണ വഴി കള്ളക്കുറിച്ച് വഴി മെഡ്രാസ് പോലെ മെയിൻ ബൈപ്പാസിലെ വീട് അതാ പറഞ്ഞില്ല റംസാൻ മാസത്തെ കൂടുതൽ കിട്ടുള്ളൂ ക്രിസ്മസിനെ കൂടുതൽ കിട്ടും പിന്നെ ഓണത്തിന് കൂടുതൽ കിട്ടും 1000 കിട്ടിയിട്ടുണ്ടോ 1000 കിട്ടുന്നത് റംസാണ് പെരുന്നാളിന് 1200 രൂപ കിട്ടിയത് പള്ളിക്കാവല അണ്ണ മാത്രം കിട്ടുള്ളൂ പള്ളിക്കാവൽ പോയാൽ ബാക്കി നേരത്തെ 700, 600, 500 ആ റംസാൻ 27, 26 ഈ സക്കാത്ത് തുടങ്ങിയാണ് കാശ് കിട്ടണേ വെറുതെ സമയത്ത് കിട്ടൂലേട്ടാ വേറെ നേരത്തെ നീ ഇടയ്ക്കും പോകൂല അടുത്ത കൊല്ലം നീ പോവുള്ളൂ ഇടയ്ക്ക് പോയ ആൾക്കാർ തല്ലി കൊല്ലൂ നീ കാശ് കൊടുക്കൂല ആ സീസണിൽ പോയത് കാശ് കിട്ടും ഒരു സീസണിലാണ് പോവുള്ളൂ മുസ്ലിങ്ങളുടെ അതൊന്നുമില്ല എല്ലാ പോലെ ഇതേപോലെ നല്ല ഡ്രസ് ആയിട്ട് പോകുന്നല്ല നല്ല വെള്ളമുണ്ട് ഭാഷ ഒന്നുമില്ല ഇപ്പൊ ഇത് 1, 2 ഇല്ല 26 വർഷം നടക്കണതാ ആർക്കും പരിചയമില്ലാത്ത നമ്മള് പോയി ഉള്ളതേ പറയുള്ളൂ നമുക്ക് കാലത്തരം പറയേണ്ട ആവശ്യമില്ല ഈ തൊപ്പി വെക്കുന്ന ആവശ്യമില്ല ഇന്നൊന്ന് വെള്ളമുണ്ട് കുടിച്ചിട്ട് പോയി മാറ്റി പറയേണ്ട ആവശ്യമില്ല ഈ വേഷം തന്നെ മാറ്റമില്ല ഒരു വർഷം രാമൻ ഏറ്റവും കൂടുതൽ 24 വർഷത്തിൽ ഒരു കൂടുതലായിട്ട് ആരാ കാശ് ഒരു വലിയ കാശായിട്ട് കൂടുതൽ കാശ് പള്ളിക്കാവിലെ കാശ് കിട്ടില്ല പള്ളിക്കാവിലെ കണ്ടന്തറ ഏറ്റവും വലിയ കാശ് എല്ലാ കൊല്ലം അവിടെ പോകുള്ളൂ പിന്നെ ചാവക്കാട് കുറച്ച് ദിവസം പോകും ചാവക്കാട് പാവരട്ടി പാങ്ങാഞ്ചാണ്ടാൽ പോകുള്ളൂ കുറച്ച് ദിവസം മോട്ടോടെ പോകുള്ളൂ ഞാൻ 14 ജില്ല കിടക്കാത്ത സ്ഥലമില്ല കംപ്ലീറ്റ് നടക്കൂട്ടാ കോഴിക്കോട് ജില്ല ഓർമ്മയിലുള്ളത് എല്ലാ കൊല്ലം കൃത്യമായിട്ട് പോണത് പാലിക്കാവല കണ്ണന്തറ മുടിക്കല് വാഴക്കുളം തണ്ടേക്കാട് പെരുന്നാളിലെ സീസൺ അവിടെ എത്തുള്ളൂ 1200
1200 അണ്ണ മാത്രം നല്ല ഫ്രീ സാപ്പാട് നല്ല പപ്പടം പായസം ഇറച്ചി കോഴി ബസ് കൊണ്ട് പഠിക്കാം രാമന്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല ജോലി ഇതാണ്. അത് തന്നെ 4448 രോഗങ്ങളുടെ വലിയ രോഗം മഞ്ഞ കുഷ്ഠരോഗം മഞ്ഞ വലിയ രോഗം. അയ്യോ പാവം കയ്യിലാത്ത പാവം കുഷ്ഠരോഗി പാവം കൈകാലത്ത് പാവം അങ്ങനെ വിചാരിക്കുന്ന രോഗം ഇത് രോഗം മാത്രം. ഇപ്പൊ എല്ലാം ഏറ്റവും കൂടി എല്ലാ തൊഴിൽ എഞ്ചിനീയർ കളക്ടർ മേധാവി മന്ത്രിമാർ ഒക്കെ മേധാവികൾ എല്ലാത്തിനും മികந்த പണിക്കാരനാണ്. ഏത് ഒരു അനിതമല്ല ഇഷ്ടം നടക്കാൻ ഇഷ്ടം നിർത്താൻ നമ്മുടെ ഇഷ്ടംപോലെ നടക്കാൻ നമ്മുടെ ഇഷ്ടംപോലെ നിർത്താൻ. അത് തന്നെ ബന്ദ് ഒരു പോലീസുകാർ 3 കാൽപ്പുണ്ട് ആൾക്കാർ. ഞാൻ ഇവിടെ ചഞ്ചേരിയുടെ കളഞ്ഞു മോൻ എവിടെയൊക്കെ പോകണം കഞ്ഞി പിടിക്കാൻ പോകണം പറഞ്ഞിട്ട് വന്നേ. അവർ സാറേ സാറൊക്കെ കടയില്ല ഉണ്ടല്ലേ സാർ ഞാൻ എന്താ ചെയ്യാൻ ആ പട്ടി കിടക്കണ്ടേ പോയായിട്ടുള്ള മീൻ കൂട്ടാൻ കിട്ടാം. മേക്കാട് പോയി തിരിഞ്ഞാൽ പണി കഴിഞ്ഞു. മേക്കാട് കുഞ്ഞ് പറഞ്ഞ് കായ്പൊട്ടൂർ വന്നാൽ പണി കഴിഞ്ഞു. ഇന്നലത്തെ പണി കാശ് 150 കാശ് കിട്ടും. ചോറിനുള്ള മീൻ കൂട്ട ഇറച്ചും ചോറും കിട്ടും. സ്പെഷ്യലായിട്ട് സുഖമായിട്ട് അടിക്കാൻ സാറായിട്ട് പറഞ്ഞു. ആ ഒക്കെ പോയിക്കൊള്ളാൻ പറഞ്ഞു. വയസ്സ് 1955 വർഷം 5 മാസം 13-ാം തീയതി വെള്ളിയാഴ്ച പിറന്നാള്. ഇപ്പൊ കണക്കെടുത്ത് നോക്കിയാൽ 55 ആയിരത്തി 55 5 വർഷം 13-ാം തീയതി 55 62 വയസ്സായി. 55 ആ കൃത്യം 55 വയസ്സ്. ഇന്നാ ചാവാതെ 15 ദിവസം കിടക്കും ഇവിടെ. ഈ രോഗം വന്ന് ബാധം കുഷ്ഠരോഗം പഠിച്ചിട്ട് ഇത് പഠിച്ചിട്ട് ഒരു 10-25-30 കൊല്ലം കഴിഞ്ഞു. ഈ കാൽമ കുഴപ്പമില്ല കേട്ടോ കേട്ടോ കാൽമന് ഒരു കുഴപ്പമില്ല. കാൽമ ശരീരത്തിന് ഒരു കുഴപ്പമില്ല. രോഗം മാറിയതാ. ഈ രോഗത്തിന് പറഞ്ഞാൽ ചാറായം കുടിക്കാണ്ടിരിക്കണം. ചാറായം കഞ്ചാവ് ബീര് ബ്രാൻഡ് മദ്യൂസം അടിച്ചു കഴിഞ്ഞാൽ വേറെ രോഗം വേറെ കൂടുള്ളൂ. ഇപ്പം ഞാൻ വന്നിട്ട് ഇവിടെ 25 ഒന്നും കഴിക്കണില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ കയ്യിൽ കാശുണ്ടാവണം. മക്കളെ ചെറിയ പിള്ളേരുണ്ട്. പിന്നെ അത് പറഞ്ഞാൽ നമുക്ക് നടന്നു വയ്ക്കാനുള്ള സാപ്പിടില്ല ഭക്ഷണം കഴിക്കാനുള്ള വണ്ണം വയ്ക്കുള്ളൂ. നല്ല സുഖമായിട്ട് ഭക്ഷണം അടിക്കാൻ പിന്നെ എന്തൊരു വാൾട്ടിയില്ല. നല്ല വെള്ളത്തിൽ കുളിക്കാൻ സുഖമായിട്ട് ഈ കാലത്തിൽ നല്ല വെള്ളം കുടിക്കാൻ നല്ല വെള്ളം അതിന് ശരീരത്തിലെ രോഗങ്ങളെ മാറി സ്വതന്ത്രമായി നടക്കണം. വേറെ കുഴപ്പമില്ല. വേറെ പശുക്കാരന്മാരെ ആലമ്പ കഴിക്കണേ അതൊന്നും ഉണ്ടാവില്ല. അത് പറ്റൂല പാട്ടുണ്ടാവില്ല. ഒന്ന് തിന്നിട്ടുമില്ല കുടിച്ചിട്ടുമില്ല. നല്ലൊരു പാട്ടൊക്കെ പാടാം. കാലത്തെ ഒരു വീട്ടിലെ ബിരിയാണി തന്നു. ബിരിയാണി ഇന്നലത്തെ 3 ദിവസമായി ഞായറാഴ്ച കല്യാണത്തിൽ ബിരിയാണി ഇന്ന കാലത്തെ തന്നെ ചൂടായി ബീച്ചിലുണ്ടായി തിന്നാനും പല്ല കൊണ്ട് പുഴയിലെ കട്ടി കളിഞ്ഞു. അത് വെച്ച് ഒരു വീട് ചൂടൻ കഞ്ഞി കിട്ടിയതാ. ആ കഞ്ഞായിട്ട് കുടിച്ച ഇനിയിപ്പോ ഒരു പാട്ടൊക്കെ പാടാം. അപ്പൊ മക്കൾ എത്ര പേര്? 4 പേരല്ലേ? 6 പേര്. 6 പേരുണ്ട്. 1/2 ഡസൻ ഉണ്ട്. അപ്പൊ എല്ലാവരും ജോലിക്ക് പോണ്ട്. അതാ 2 പിള്ളേ പോണില്ല വാർക്ക പണിക്ക്. സ്വന്തമായിട്ട് മുട്ടുമരം മേടിച്ചു 30-40 മേടിച്ചു കൊടുത്തു. അപ്പൊ എന്ത് വിലയുണ്ട് അവിടെ സ്ഥലത്തിന്? എന്ത് വിലയുണ്ട് ഇപ്പൊ? സ്ഥലത്തിന് ഇപ്പൊ കുറവാ. 5000, 6000, 4000 കിട്ടുന്നുണ്ട്. അല്ല ബൈപ്പാസിന്റെ മെയിൻ റോഡിൽ തന്നെ ഞങ്ങൾ 2 ഏക്കർ സ്ഥലം ഗവൺമെന്റ് കൊടുത്തതാ. ഇനി പോട്ടെ നീ അതായത് ഒരു പാട്ട് പാടിട്ട് പോയി. ഇത്ര അല്ല ആള് കാശെടുക്കാൻ പോയേക്കാണ് രാമൻ. കാശ് കൊടുക്കാൻ വേണ്ടില്ലേ? ഇന്നിപ്പോ എത്രയായി കളക്ഷൻ? ഇതിന് കണക്കെടുക്കാൻ പറ്റാ. ഇപ്പൊ നേരമില്ല വൈകുന്നേരം എടുക്കുള്ളൂ. സൂസിയലാണ് എല്ലാം അല്ലെ? അപ്പൊ കൊടുത്തേപ്പിച്ച് എഴുതി മേടിക്കും. അന്നെ തന്നെ എഴുതി വെക്കുള്ളൂ. അപ്പൊ അത് പുള്ളിക്ക് കാശ് കൊടുക്കണം അതോ എങ്ങനെയാ? മുഴുവൻ കാശ് തിരിപ്പിത്തരോ? പോകുമ്പോ സൂക്ഷിച്ച് നല്ല കൊടുക്കും. വീട്ടിൽ പോകുമ്പോ നല്ല കുട്ടപ്പണ ചെയ്യുകയൊക്കെ ചെയ്ത് നല്ല ടിപ്പ് ടാപ്പ് ജീൻസ് ഒക്കെ ഇട്ട് ഈ സഞ്ചി മീശ പാട്ട് താടി മീശ കുറച്ച് ടിപ്പിലെ പോള് പെണ്ണുമ്പോഴത്തെ അപ്പൊ മാപ്പിള പോരല്ലേ? നാട്ടിലൊക്കെ പോരല്ലാണെന്ന് പറഞ്ഞാണല്ലേ? അവിടെ അറിയോ? നാട്ടിലറിയോ? കേരള പോരക്കാരനാ ഇപ്പൊ. അല്ല അവിടെ അവർക്ക് അറിയാം. അവന് അറിയാണ്ടിരിക്കോ? പിന്നെ എഞ്ചിനീയർ പണി എടുക്കാൻ മതി സമ്മതിക്കോ? ഈ കൈ നടക്കുന്ന വഴി പറഞ്ഞാൽ മതി. പാട്ട വരുമ്പോ തുറമ്പ് പൊറുക്കാൻ പോകുമ്പോൾ അല്ലെ കൈയും കളഞ്ഞിട്ട് ഇത്ര വർഷം പറിച്ചക്കാരുണ്ട് 6, 5, 10 കൊടുക്കും. അങ്ങനെ പറയാൻ മതി അല്ലേ? തമിഴ്നാട്ടിൽ ഇങ്ങനെ കാശ് കൊടുക്കുവോ ആളുകൾ? കാശ് കൊടുക്കും. പക്ഷെ തീറ്റ കിട്ടൂല. കാശ് നല്ല കാശ് കിട്ടും കേട്ടോ. ഓരോ 10-30 കിട്ടും. കിടക്കാൻ ബുദ്ധിമുട്ടാ. ഏത് സമയത്ത് കിടന്നാൽ തല്ലി കൊള്ളും. ഈ തമിഴന്മാരെ തല്ലിയും കൊല്ലും. കാശ് കിട്ടുള്ളൂ. ഇപ്പൊ എവിടെ കിടക്കണ? ഇവിടെ എവിടെ ലോഡ്ജിലാണോ കിടക്കുന്നത്? ലോഡ്ജിലാണോ? ഇല്ല. നമ്മുടെ തിന്നമ്മ കിടക്കാനേ സുഖമായിട്ട് 3 നില കെട്ടണം 4 നില കെട്ടണം. നമ്മുടെ കടല പണ്ട് കിടക്കണേ. നമ്മുടെ ചോറാണ്ട് കെട്ടത് കിടക്കാല്ലേ സുഖമായിട്ട്. പോലീസുകാർ ഒരു പ്രാവശ്യം എന്നാ പറയുള്ളൂ. പോലീസുകാർ പറഞ്ഞാൽ മതി ഒരു പ്രാവശ്യം. ഒരു പാട്ട് പാടാൻ എന്തായാലും പാട്ടുണ്ടാവില്ല. ഒരു പാട്ടിലുള്ള മണിയൊക്കെ മറന്നു പറ്റും. ഞാൻ അടുത്ത ദിവസം മണി കൊണ്ടുവരട്ടോ. അല്ല രാമ ഇത്രയും വർഷമായിട്ട് എത്ര രൂപ സമ്പാദിച്ചാണ്? അങ്ങനെ എന്തെങ്കിലും കണക്കുണ്ടോ? അതുകൊണ്ട് കണക്കാണ്. പെണ്ണുമ്പിള്ളേരെ ചോദിച്ചാലേ പറ്റുള്ളൂ. എന്നാലും ഏകദേശം നടക്കൂല. ഒരു 5 ലക്ഷം കിട്ടുന്നതേ കൊണ്ട് കൊടുക്കാവില്ല. അവിടെ കയ്യില പെൺപിള്ളേരെ കൊടുക്കും കേട്ടോ. ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ? ബാങ്ക് അക്കൗണ്ട് അവളുടെ ചോദിച്ചാലേ പറ്റുള്ളൂ. ഞാൻ എനിക്ക് ബാങ്ക് അക്കൗണ്ടില്ല. എന്റെ പേരെ ബാങ്കിലിട്ട് ആ ചേത്തോയാ കാശ് കിട്ടോ? കാശ് കിട്ടില്ല. മൊബൈൽ ഫോൺ വാങ്ങിക്കാത്ത പറഞ്ഞ മേടിച്ചുകൂടെ എവിടെയെങ്കിലും ഉറപ്പിട്ട് അവരെടുക്കാൻ? പിന്നെന്താ സെക്കൻഡ് ലോൺ തന്നെ. സെക്കൻഡ് ഹാൻഡ് ഒരെണ്ണം കൊടുക്കണം. സെക്കൻഡ് നല്ല ഫോട്ടോ എടുക്കാൻ തന്നേട്ടാ. പെണ്ണുമ്പിളി ഫോട്ടോ എടുക്കാൻ തന്നേരാ. ഫോട്ടോ ഉണ്ടാവണം, പാട്ടുണ്ടാവണം, എല്ലാം കൂടി ഉണ്ടാവണം കേട്ടോ. അതുപോലെ തന്നേരം പഴയത് സെക്കൻഡ്. അപ്പൊ ജീവിതം വളരെ സുഖകരമാണ് ഈ ജോലിയായിട്ട് വർഷങ്ങളായിട്ടല്ലേ? അത് കുഴപ്പമില്ല. അവിടെ എന്ത് 5000 ഒക്കെ ഉണ്ടെന്ന് പറയണേ.
ഉണ്ണിക്കാനെ കാണാറുണ്ടല്ലേ? ആ കണ്ടിട്ടുണ്ട്, അത് അവിടെ കിടപ്പുണ്ട്. ആണല്ലേ? അതിനെന്റെ പുള്ളി കുഴപ്പമൊന്നുമില്ല തോന്നുന്നു. ഇപ്പം നല്ല ഒരുവിധമായി. ആണല്ലേ? പണ്ട് പോലും കാശ് പോയില്ല, കാശ് സൂക്ഷിക്കുന്നു, പിള്ളേര് സൂക്ഷിച്ചു. ഉണ്ണിക്കാക്ക് എന്ത് പറ്റി? ഒന്നും ഉണ്ടായില്ല, പറിച്ചു കൊടുത്തൊരു കച്ചവടം തുടങ്ങിയ. രാമന്റെ കാശ് എന്തെങ്കിലും കിട്ടാണ്ടോ? എന്റെ 5000 ഉണ്ടായി.